ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മുടെ +2 കെമിസ്ട്രി എക്സാം ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നു വിചാരിക്കുന്നു. ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനും അതുപോലെ നെയിം റിയാക്ഷൻസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് എക്സാം വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ളൊരു അനാലിസിസ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് പറഞ്ഞു പോവുക, ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകാണ്ട് ജസ്റ്റ് എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ക്വിക്കായിട്ടുള്ളൊരു അനാലിസിസ് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് മെർക്കുറി സെൽ ഈസ് നിയർലി, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് 1.35 വോൾട്ട് ആണ് വരിക. രണ്ടാമത്തെ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് ആണ് വരിക. മൂന്നാമത്തെ ദ കോമ്പൗണ്ട്, 4 ലിഗാൻഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്, 2 NH3 അതുപോലെ 2 Cl-ഉം. അപ്പോൾ ഇതിന് ജിയോമെട്രിക്കൽ ഐസോമറിസം, സിസ്റ്റം ട്രാൻസിഷൻ കാണിക്കാൻ പറ്റും. ഇതൊരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, കളർലെസ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കാൻഡിയം 3+ നമ്മൾ പഠിക്കുന്നുണ്ട്, കാരണം സ്കാൻഡിയം 3+ൽ ഡി ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് അത് കളർലെസ് ആയിരിക്കും. ഡി ട്രാൻസിഷൻ നടത്താൻ അതിന് പറ്റില്ല, അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, അസെഷൻ തന്നിട്ടുണ്ട്. ആൽഡിഹൈഡ്സ് ആർ ജനറലി മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഇത് ട്രൂ ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആൽഡിഹൈഡ്സ് ആണ് മോർ റിയാക്റ്റീവ് എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ കീറ്റോൺസ് ഹാവ് +I എഫക്റ്റ് ഓഫ് 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ്. നോക്കൂ, C ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പും തൊട്ടപ്പുറത്ത് വേറെ ആൽക്കൈൽ ഗ്രൂപ്പും വരുമ്പോഴാണ് അതിനെ കീറ്റോൺസ് എന്ന് വിളിക്കുക. അപ്പോൾ 2 +I ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ട്രൂ തന്നെയാണ്. അപ്പോൾ അസെഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ഈ +I എഫക്റ്റ് കാരണം തന്നെയാണ് കീറ്റോണിന് റിയാക്ടിവിറ്റി കുറയാൻ കാരണം. അപ്പോൾ അസെഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് റീസൺ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും അതിന് ആൻസർ ആയിട്ട് വരാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, റിവേഴ്സ് ഓസ്മോസിസ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ, അതിന്റെ പ്രിൻസിപ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ പ്രഷർ ഹയർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഇസ് അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ്, ദ സോൾവെന്റ് മോളിക്യൂൾ മൂവ്സ് ഫ്രം സൊല്യൂഷൻ ടു സോൾവെന്റ് സൈഡ് ത്രൂ SPM, സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡീസലൈനേഷൻ ഓഫ് വാട്ടർ, അതിന്റെ യൂസസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡീസലൈനേഷൻ ഓഫ് വാട്ടർ, ഗൾഫ് കൺട്രീസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എഴുതി കഴിഞ്ഞാൽ അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതും കൂടി എഴുതി കഴിഞ്ഞാൽ 2 മാർക്കായി. ദെൻ കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ സെൽ, സെല്ലിന്റെ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നേഴ്സ്റ്റിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം, E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ആണ് വരുന്നത്. ഇതിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ സെല്ലിന് പകരം 1.1 വോൾട്ട് എന്ന് കൊടുത്തേക്കാം, മൈനസ് 0.0591/n2 ആണ് വരിക. കാരണം Zn-ഉം കോപ്പറും എക്സ്ചേഞ്ച് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസിനെയാണ്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn+2+ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, 0.1 ഡിവൈഡഡ് ബൈ 1 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.13 വോൾട്ട് എന്ന ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 8, ഡ്രോ ദ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം ഷോയിങ് ദ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ആക്സിസ് വരയ്ക്കണം. ഒരു ആക്സിസിൽ നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് കൊടുത്തിട്ടുണ്ടാവും, രണ്ടാമത്തേൽ റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൽ 2 ഗ്രാഫുകൾ ഇങ്ങനെ വരച്ചിട്ട് അതിൽ മുകളിലത്തെ ഗ്രാഫ് വിത്തൗട്ട് കാറ്റലിസ്റ്റും താഴത്തെ ഗ്രാഫ് വിത്ത് കാറ്റലിസ്റ്റും കൊടുത്ത് ആക്ടിവേഷൻ എനർജി മാർക്ക് ചെയ്താൽ മാത്രം മതി, അതിന്റെ മാർക്ക് കിട്ടും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9, എക്സ്പ്ലെയിൻ വൈ ട്രാൻസിഷൻ മെറ്റൽ ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം D അതുപോലെ S ഇലക്ട്രോൺസിന് എന്താണ്, കമ്പയറബിൾ എനർജീസ് ആണ്. സോ എലോങ് വിത്ത് S ഇലക്ട്രോൺസ് D ഇലക്ട്രോൺസ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അത്രയും എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് വരും. അതുപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് മാംഗനീസ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. +2 മുതൽ +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ അത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റെലമെന്റുകൾ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പോൾ ദ റെഗുലർ ഡിക്രീസ് ഇൻ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയേ എലോങ് ദ ലാന്തനോയിഡ് സീരീസിനെയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഏതെങ്കിലും ഒരു കോൺസിക്വൻസ് എഴുതുക, കുറേ എണ്ണം പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാം, എന്ത് സെക്കൻഡ് ആൻഡ് തേർഡ് റോ ഓഫ് ട്രാൻസിഷൻ സീരീസ് ഹാവ് സിമിലർ റേഡിയേ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ദ ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ് ഓഫ് ലാന്തനോയിഡ് ഡിക്രീസസ് ഫ്രം ലന്താനം ടു ല്യൂട്ടീഷ്യം, അത് എഴുതാം. അല്ലെങ്കിൽ ലാന്തനോയിഡ്സ് ഹാവ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുകൊണ്ട് അതിന്റെ ഐസൊലേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 11, എക്സ്പ്ലെയിൻ ദ ടേം ആംബിഡന്റ് ലിഗാൻഡ് വിത്ത് എക്സാമ്പിൾ. ആംബിഡന്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്
മോർ ദാൻ വൺ ഡോണർ ആറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ലിഗാൻസിനെയാണ് എന്ത് പറയുന്നത്, ആംബിഡന്റ് ലിഗാൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് NO2 എഴുതാം, അല്ലെങ്കിൽ SCN എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 12. വെൻ 2-bromobutane is treated with alcoholic KOH. ആൽക്കഹോളിക് KOH എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഡീഹൈഡ്രോഹാലജിനേഷൻ ആണ് റിയാക്ഷൻ വരിക. അവിടെ സൈസഫ് റൂൾ ഒബേ ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ് വരിക. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH3 ആയിരിക്കും ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത് മേജർ എന്ന് എഴുതുക. അതുപോലെ തന്നെ മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. അതായത് ബ്യൂട്ട് 2 മേജർ പ്രൊഡക്റ്റ് ആയിട്ടും ബ്യൂട്ട് 1 മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ സൈസഫ് റൂൾ എഴുതാൻ മറക്കരുത്. എന്താണ്, ഡ്യൂറിംഗ് ദ എലിമിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോഹാലജിനേഷൻ ദ പ്രിഫേർഡ് പ്രൊഡക്റ്റ് ഈസ് ആൽക്കീൻ വിത്ത് മാക്സിമം നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓവർ ദ അൺസാച്ചുറേറ്റഡ് കാർബൺ ആറ്റംസ്. അത് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ സൈസഫ് റൂളിന്റെ മാർക്കും കിട്ടുന്നതാണ് കേട്ടോ. സെയിം സെന്റൻസ് ഒന്നും നിർബന്ധമില്ല. പല ടെക്സ്റ്റുകളിൽ പല സെന്റൻസുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. മീനിങ് കറക്റ്റ് ആയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 13. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് ഡൈലൂട്ട് നൈട്രിക് ആസിഡ്. ഡൈലൂട്ട് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാനൈട്രോ ഫീനോൾ ആണ് ഒരു പ്രൊഡക്റ്റ് വരിക. അതുപോലെ തന്നെ ഇതായിരിക്കും മേജർ പ്രൊഡക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫീനോളിന്റെ ഓർത്തോ പൊസിഷനിൽ NO2 വരുന്ന പ്രൊഡക്റ്റും കിട്ടും. അത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ രണ്ട് പ്രൊഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആൻസർ ആയി. ഇനി ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ ബ്രോമിൻ ട്രൈ ബ്രോമോ പ്രൊഡക്റ്റ് വരും. സോ ഓർത്തോയിലും പാരയിലും ഓർത്തോ പൊസിഷനിലും 3 ബ്രോമിൻ വരുന്ന ട്രൈ ബ്രോമോ പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 13ന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇത് സെന്റൻസ് ആയിട്ടൊന്ന് എഴുതുകയും അതുപോലെ തന്നെ ഇക്വേഷൻ ആയിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 14. CH2Cl COOH is stronger acid than CH3COOH. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത് CH2Cl ഈ CH2 ഒരു ക്ലോറിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ COOH വരുന്നുണ്ട്. CH3COOH ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് റീസൺ ആയിട്ട് എഴുതാം. ഒന്ന് എന്താണ്, ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് -I എഫക്ട് കാരണം ദിസ് കാർബോക്സിലേറ്റ് ആനയോൺ എന്ന് പറയുന്നത് COOH ഉണ്ടാക്കുന്ന കാർബോക്സിലേറ്റ് ആനയോൺ സ്റ്റെബിലൈസർ ആവും. അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കിട്ടും. സോ ഡ്യൂ ടു ദ -I എഫക്ട് ഓഫ് ക്ലോറിൻ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് OH ബോണ്ട് ഡിക്രീസസ്, ഹെൻസ് ഇറ്റ് ഗെറ്റ് സ്റ്റെബിലൈസർ എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹൗ അസറ്റിൽ ക്ലോറൈഡ് ഈസ് കൺവേർട്ടഡ് ടു അസറ്റാൽഡിഹൈഡ്. റോസൻമൺസ് റിഡക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. CH3COCl എടുക്കുക, H2 പലേഡിയം ബാർ ബേരിയം സൾഫേറ്റ് യൂസ് ചെയ്യുക, CH3CHO കിട്ടുക. ഇത് ആക്ച്വലി പോയ്സൺ വിത്ത് സൾഫർ എന്ന് കൂടി എഴുതുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. സ്കെച്ച് ദ ഡയഗ്രാം ഓഫ് H2O ടു ഫ്യൂൽ സെൽ. ആ സെല്ലിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ഉണ്ട് അതിൻ്റെ. അതുപോലെ തന്നെ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഫോർ ദ ഇലക്ട്രോഡ് റിയാക്ഷൻ ഇൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും നമ്മൾ എഴുതണം. അപ്പോൾ 2H2 plus 4OH minus gives 4H2O plus 4 ഇലക്ട്രോൺ. ഇതാണ് ഇതിൻ്റെ ആനോഡ് റിയാക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ കാഥോഡ് റിയാക്ഷനിൽ O2 plus 2H2O plus 4 ഇലക്ട്രോൺ gives 4OH minus. ഇതാണ് ഇതിൻ്റെ കാഥോഡ് റിയാക്ഷൻ വരുന്നത്. ഇനി അതിൻ്റെ രണ്ട് അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജ് നമുക്കറിയാം, അത് ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടർ പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് കൊടുക്കാൻ പറ്റും. അതുപോലെ ദ റിയാക്ഷൻ കണ്ടിന്യൂസ് ആസ് വെൽ ആസ് ദ റിയാക്ഷൻസ് ആർ അത് സപ്ലൈഡ്. ഏത് റിയാക്ഷൻ എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും കേട്ടോ. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂൽ സെൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദ സെൽ വർക്ക് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ് ആണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഹൈ എഫിഷ്യൻസി ആണ്. അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആണ്. ദ വാട്ടർ പ്രൊഡ്യൂസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഗിവ് അരീനിയസ് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം K is equal to AE raised to -EA/RT എന്ന് എഴുതുക. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്, A എന്ന് പറയുന്നത് അരീനിയസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കൊളീഷൻ ഫ്രീക്വൻസി ഫാക്ടർ, E എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ടേം ആണ്, EA എന്ന് പറയുന്നത് എനർജി ഓഫ് ആക്ടിവേഷൻ, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന് വാല്യൂ കൊടുക്കാവുന്നതാണ് 8.314 ജൂൾ പെർ കെൽവിൻ വോൾ കൊടുക്കാവുന്നതാണ്. വേറെ വാല്യൂസ് ഉണ്ട്, ഒരെണ്ണം കൊടുത്താൽ മതിയാവും. T എന്ന് പറയുന്നത് ടെമ്പറേച്ചറും. ഇത്രയും എഴുതി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആയി. ക്വസ്റ്റ്യൻ നമ്പർ B. ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരീനിയസിന്റെ സെക്കൻഡ് ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ log K2/K1
ഇസ് ഈക്വൽ ടു EA by 2.303 R into 1 by T1 minus 1 by T2. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് K2 എന്ന് പറയുന്നത് K1ന്റെ ഡബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ K2ന് പകരം നമുക്ക് 2K1 എന്ന് കൊടുക്കാവുന്നതാണ്. ഡിവൈഡർ ബൈ K1 K1 തന്നെ കൊടുത്തു. ഇങ്ങനെ കൊടുക്കാൻ കാരണം K1ന്റെ ഡബിൾ ആണ് K2 എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈക്വൽ ടു EA ഡിവൈഡർ ബൈ 2.303 ഇൻറ്റു 8.314 ആണ് ആറിൻ്റെ വാല്യൂ വരുന്നത്. ഇൻറ്റു 1 ബൈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 300 കെൽവിൻ ആണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. T2 എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ബൈ 310 വരും. ഇതിൽ K1 കട്ടായി പോവും. EA ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ EA അവിടെ നിർത്തിയിട്ട് ബാക്കി വാല്യൂസ് എല്ലാം സോൾവ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നതാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത് 5358.6 ജൂൾ പെർ മോൾ എന്നായിരിക്കും കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ കിലോ ജൂളിലേക്ക് മാറ്റി എഴുതാവുന്നതാണ്. 1000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 53.59 കിലോ ജൂൾ പെർ മോൾ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. Now moving to the question number 18. Question number 18. Write the postulates of Werner's theory. Werner's theory ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എവറി മെറ്റൽ ഹാസ് 2 types of valencies, primary and secondary. ഇതാണ് ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ primary valency gives the oxidation state of the metal, while secondary valency gives the coordination number of the metal. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ primary valency is satisfied by negatively charged ions, while secondary valency is satisfied by neutral ligands അല്ലെങ്കിൽ neutral molecules or negatively charged ions എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് primary valency is non directional, while secondary valencies are directional. അപ്പോൾ അതുകൊണ്ട് തന്നെ secondary valency gives the geometry of the molecule. ഇതൊക്കെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ വെർണേഴ്സ് തിയറി ആയി. അതിന് മാർക്ക് കിട്ടുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോർമുല ഓഫ് പെൻറ്റാമീൻ കാർബണേറ്റ് കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇതിൽ കൊബാൾട്ട് എന്ന് കണ്ട ഉടനെ തന്നെ നമുക്ക് CO കൊടുക്കാവുന്നതാണ്. പെൻറ്റാമീൻ എന്ന് പറയുമ്പോൾ NH3 5 ടൈംസ് വരും. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CO3 ആണ് കാർബണേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോറൈഡ് വരുന്നുണ്ട്. ഇപ്പോൾ CO3ക്ക് -2 ചാർജ് വരുന്നതുകൊണ്ട് ഒരു ക്ലോറിൻ കൊടുക്കുമ്പോൾ ലിഗാൻഡുകൾക്കും ആനയോണിനും ചേർത്ത് -3 ചാർജ് വരും. അപ്പോൾ കൊബാൾട്ടിന് +3 കിട്ടിക്കോളും. അതുകൊണ്ട് ഒരു ക്ലോറിൻ കൊടുത്താൽ മതിയാവും. സോ ദിസ് ഇസ് ദ ഫോർമുല. ക്വസ്റ്റ്യൻ നമ്പർ 19. ഡ്രോ ദ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് PtCl2 En twice 2+. അപ്പോൾ ഇവിടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാവുന്നതാണ്. ഈ പാരലോഗ്രാം സ്റ്റൈലിൽ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലാണ്ടേയും കൊടുക്കാവുന്നതാണ്. അപ്പോൾ PT ഇവിടെ കൊടുത്തു കഴിഞ്ഞു, 4 ബോണ്ടുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനി 5ാമത്തെ ബോണ്ട് അതുപോലെ തന്നെ 6ാമത്തെ ബോണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇത് സിസ് വരയ്ക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ ഇവിടെ PT കൊടുത്തിരിക്കുന്നു, 4 ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞു, 5, 6 കൊടുത്തിരിക്കുന്നു. ഇതിൽ ട്രാൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ സിസിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നതുകൊണ്ട് തന്നെ ലിഗാൻഡുകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ 2 ക്ലോറിൻ ഇവിടെ കൊടുക്കുകയും ഒരു ഈത്തൈൻ 1,2-ഡയമീൻ ഈ രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഇതാണ് സിസ് വരിക. ഇതുപോലെ ട്രാൻസ് ആണെങ്കിൽ ഇവർ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. അതുകൊണ്ട് തന്നെ 2 ക്ലോറിൻ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുകയും ഈത്തൈൻ 1,2-ഡയമീനെ ഓപ്പോസിറ്റ് രീതിയിൽ വരുന്ന രീതിയിലും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ് ആയി. ഫസ്റ്റ് വൺ ഈസ് സിസ് ഐസോമർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ട്രാൻസ് ഐസോമർ. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് CH3 CH2Br-നെ AgCN ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം CH3 CH2 NC ഐസോസൈനൈഡ് ആണ് കിട്ടുക എന്നുള്ളത് അറിയാം. നൗ CH3 CH2Br-നെ NaI വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ്. അപ്പോൾ ബ്രോമിൻ പോയിട്ട് അയോഡിൻ കയറി വരും. നമുക്ക് ഡ്രൈ ഈതറിന് പകരം അസറ്റോൺ കൊടുക്കാവുന്നതാണ്. സോ CH3 CH2I വരും. ഇത് ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ ആണ്. ദെൻ വൈ ക്ലോറോഫോം ഈസ് കെപ്റ്റ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലോറോഫോം എന്തായിട്ട് മാറും? ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു പോയ്സണസ് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ ക്ലോറോഫോം when exposed to air and sunlight get oxidized to form a poisonous gas which is called phosgene എന്ന് എഴുതാം. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് 2 CHCl3 എടുക്കുക പ്ലസ് O2 ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് 2 COCl2 ഇതാണ് ഫോസ്ജീൻ എന്ന് പറയുന്നത്. പ്ലസ് HCl എഴുതുക. ഈ COCl2ൻ്റെ താഴെ ഫോസ്ജീൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷനുമായി അതിൻ്റെ മാർക്ക് കിട്ടും. ദെൻ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം SN1 റിയാക്ഷനിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊസീഡ്സ് ത്രൂ 2 സ്റ്റെപ്സ്. അതുപോലെ തന്നെ അതിൻ്റെ ഓർഡർ വരുന്നത് ടേർഷറി, ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. ദെൻ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, കാരണം റെസിപ്പി മിക്സറാണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ 4 പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കായി. ഇതേ സാധനം SN2 വരുന്ന സമയത്ത് പ്രൊസീഡ് ത്രൂ
സിംഗിൾ സ്റ്റെപ്പ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓർഡർ വരുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആയിരിക്കും വരിക. അതുപോലെ തന്നെ അവിടെ ഇന്റർമീഡിയറ്റ് അല്ല ഫോം ചെയ്യുന്നത്, പകരം ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് എഴുതിയിട്ട് നാലാമത്തെ പോയിന്റ് ആയിട്ട് ഗിവ്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്രൊഡക്ട്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നാലാമത്തെ ആയി. ഒരുപാട് പോയിന്റുകളുണ്ട്, ഏതെങ്കിലും 4 എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21 സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്രിപ്പയർ ക്ലോറോബെൻസീൻ ഫ്രം ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതിയാൽ മതി. ഇതാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ബെൻസീൻ്റെ മുകളിൽ N2+Cl-, ഇതിനെ Cu2Cl2 യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്ലോറോബെൻസീൻ കിട്ടും, പ്ലസ് N2 കിട്ടും, പ്ലസ് HCl കിട്ടും. ഇത് സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ്. ഗട്ടർമാൻസ് റിയാക്ഷൻ എഴുതിയവർക്കും മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിയാക്ഷൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 22, ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX ആണ്. ഇതിനെ ഫോർമാൽഡിഹൈഡ് HCHO ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RCH2OMgX കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RCH2OH കിട്ടും. ഇതൊരു പ്രൈമറി ആൽക്കഹോളാണ്. ഇതുപോലെ തന്നെ ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX എടുക്കുന്നു. ഫോർമാൽഡിഹൈഡിന് പകരം എനി അതർ ആൽഡിഹൈഡ് CH3CHO എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് RCH3OMgBr കിട്ടുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിട്ട് RCH3OH കിട്ടുന്നു. സെക്കൻഡറി ആൽക്കഹോൾ കിട്ടുന്നു. ഇതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ ഫ്രം ഗ്രിഗ്നാർഡ്സ് റിയേജന്റ്. പ്രഡിക്റ്റ് പ്രൊഡക്റ്റ് A ആൻഡ് B ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഡൈബോറൈൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഡക്റ്റ് A വരുന്നത് ആന്റിമോർഗനോക്സിസ്റ്റോൾ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. CH3 CH2 CH2 ത്രൈസ് B, ഇതാണ് പ്രൊഡക്റ്റ് A വരുന്നത് കേട്ടോ. എയുടെ ആൻസർ ഇതാണ് വരുന്നത്. ഇനി B എന്ന് പറയുന്നത് 3 മോളിക്യൂൾ CH3 CH2 CH2OH കിട്ടും. ഇതാണ് B വരുന്നത്. എയുടെ ബിയുടെ ആൻസറുകൾ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 23, വാട്ട് ഈസ് ക്യുമീൻ. ക്യുമീൻ എന്ന് പറയുന്നത് എന്താണ്? ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ്. അതായത് ഇങ്ങനെ, ഇതാണ് ക്യുമീൻ എന്ന് പറയുന്നത്. 2-ഫിനൈൽ പ്രൊപ്പൈൻ എന്ന് പറയാം. ക്യുമീനിൽ നിന്ന് എങ്ങനെയാണ് ഫീനോൾ പ്രിപ്പയർ ചെയ്യുക? വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. ഇത് ക്യുമീനെ ജസ്റ്റ് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ബെൻസറിങ് അവിടെ ഉണ്ടാവും. അതിന് മുകളിൽ C ഉണ്ടായിരിക്കും, ഇവിടെ CH3 ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം. ഇവിടെ ഇപ്പുറത്തേക്ക് CH3 വരും. ഇവിടെ ഒരു പെറോക്സൈഡ് ലിങ്കേജ് വരും. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമ്മൾ അസിഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫീനോൾ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് CH3COCH3 അസറ്റോണും സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെത്തനോൾ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ CO+2H2 ചെയ്യുക. ഇത് ചെയ്താലാണ് CH3OH കിട്ടുന്നത്. അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ZnO/Cr2O3, അതുപോലെ തന്നെ 200 to 300 അറ്റ്മോസ്ഫിയർ പ്രഷർ, 573 to 673 കെൽവിൻ ടെമ്പറേച്ചർ. ക്വസ്റ്റ്യൻ നമ്പർ 24, ഫീനോൾസ് ആർ മോർ ആസിഡിക് ദാൻ ആൽക്കഹോൾസ്. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ റീസൺ ആയിട്ട് വരുന്നത് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഓഫ് ഫിനോക്സൈഡ് അയോൺ ഫോംഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഡ്യൂ ടു ദ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ഓഫ് ഫിനൈൽ റിംഗ്, ഫിനൈൽ ഗ്രൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. അതും അല്ലെങ്കിൽ ഡ്യൂ ടു ദ ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഇൻ ബെൻസീൻ. ഇത് എഴുതിയാലും മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് യൂസിങ് ലൂക്കാസ് ടെസ്റ്റ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. അപ്പോൾ അതിൽ ലൂക്കാസ് റിയേജൻ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് ZnCl2 ആണ്. ഇതാണ് അതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് വിത്ത് ലൂക്കാസ് റിയേജൻ പ്രൈമറി ആൽക്കഹോൾ ഗിവ് നോ ടർബിഡിറ്റി while secondary alcohol give slow turbidity. പ്രൈമറി സെക്കൻഡറി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതിയാവും. ഇനി വേണമെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായി.
25th ക്വസ്റ്റ്യൻ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ബെൻസീനോട് കൂടിയിട്ട് കാർബൺ മോണോക്സൈഡും HCl-ഉം ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 ചെയ്താൽ നമുക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് ആക്കിയിട്ട് വെൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 അലുമിനിയം ക്ലോറൈഡ് ബെൻസാൾഡിഹൈഡ് ഈസ് ഒബ്റ്റൈൻഡ് എന്ന് എഴുതിയതിന് ശേഷം ഈ ഇക്വേഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. പ്രൊപ്പനാലും പ്രൊപ്പനോണും തമ്മിലാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പനാലും പ്രൊപ്പനോണും ആൽഡിഹൈഡും കീറ്റോൺസും ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടോളറൻസ് ടെസ്റ്റിൽ ഒരു സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ് കിട്ടും പ്രൊപ്പനാലിന്. അതുപോലെ ഫെല്ലിംഗ് സൊല്യൂഷൻ ആണെങ്കിൽ ഫെല്ലിംഗ് ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ പ്രൊപ്പനാൽ നമുക്കൊരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് തരും കേട്ടോ. ഇനി ഇതിന് ഉപയോഗിക്കുന്ന വേറൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അയോഡോഫോൺ ടെസ്റ്റ് ആണ്. അയോഡോഫോൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊപ്പനോണാണ് പക്ഷെ തരാമെന്ന് മാത്രം. കാരണം പ്രൊപ്പനോണിൻ്റെ ഫോർമുല CH3C ഡബിൾ ബോണ്ടോ CH3 ആണ്. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പിനോട് കൂടിയിട്ട് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് അയോഡോഫോൺ ടെസ്റ്റ് തരിക. സോ അയോഡോഫോൺ ടെസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഏറ്റവും നല്ലത് ടോളറൻസ് ടെസ്റ്റും ഫെല്ലിംഗ്സ് ടെസ്റ്റും എഴുതുക എന്നുള്ളത് തന്നെയാണ്. ദെൻ ഫീനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ്, അതിന് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഫീനോൾ വിൽ ഗിവ് വയലറ്റ് കളർ. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ സോഡിയം ബൈകാർബണേറ്റിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 26, RCN SnCl2 എന്താ കിട്ടുകയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ RCH ഡബിൾ ബോണ്ട് NH, ഇത് ഏതാ റിയാക്ഷൻ എന്നറിയാലോ, സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ് വരുന്നത്. സോ സ്റ്റീഫൻസ് റിഡക്ഷൻ. ആക്ച്വലി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ RCH ആണ് കിട്ടുന്നത്, പക്ഷേ ഇവർ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. H2O ആഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല. SnCl2/HCl മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ RCH ഡബിൾ ബോണ്ട് NH ഒരു ഇമീൻ്റെ ഫോർമേഷൻ, ഇമീൻസ് അവിടെ വരെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ CH3COOH ക്ലോറിൻ, അത് HVZ റിയാക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ HVZ റിയാക്ഷൻ ആണ്. അപ്പോൾ തന്നെ എന്ത് വേണം, അതിൻ്റെ ആൽഫ കാർബണുമിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് CH3 ഉള്ള ആ CH3 H പോയിട്ട് CH2Cl COOH ആയിട്ട് മാറും. ദെൻ CH3CHO തന്നിട്ടുണ്ട്, റിയേജൻറ്റ് തന്നിട്ടില്ല, പക്ഷെ ക്ലെമൻസൺ റിഡക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ക്ലെമൻസൺ റിഡക്ഷനിൽ സിങ്ക് അമാൽഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ZnHg, അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HCl, ഇത് മൂന്നും യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഓർഗാനിക് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈഥേനാണ് കിട്ടുക. വോൾഫ് കിഷ്ണറിലും ക്ലെമൻസണിലും ഒക്കെ ആൽക്കെയിൻസ് ആയിരിക്കും പ്രൊഡക്റ്റ് വരിക കേട്ടോ. ആൽഡിഹൈഡ്സ് റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കെയിൻസ് ആവുന്ന റിയാക്ഷനാണ് ഇതൊക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27, ഇത് സ്ക്യൂബ ഡൈവറുടെ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോ ആണ്. സോ വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ് പിക്ചർ എന്നുള്ളതിൻ്റെ ആൻസർ ഹെൻറീസ് ലോ ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാവുന്നതാണ്. അറിയാലോ എന്താണെന്നുള്ളത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ, അത് എഴുതിയാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. PA = KH × X എഴുതാം. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ, ബോട്ടിൽസ് ആർ സീൽഡ് വിത്ത് ഹൈ പ്രഷർ, അത് കൊടുക്കാം. അതുപോലെ തന്നെ ബെൻഡ്, സ്ക്യൂബ ഡൈവേഴ്സ് അനുഭവിക്കുന്ന ബെൻഡിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ അനോക്സിയ, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്നവരുടെ അനോക്സിയ പ്രോബ്ലംസ്, അതൊക്കെ എഴുതാവുന്നതാണ്. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുർ ബെൻസീൻ അറ്റ് സർട്ടൻ ടെമ്പറേച്ചർ ഈസ് 0.850 ബാർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്നുള്ളത് P0A - PA ഡിവൈഡഡ് ബൈ P0A is equal to XB. XB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WB × MA ഡിവൈഡഡ് ബൈ WA × MB. ഇതാണ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഇതിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോളർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ മോളർ മാസ് ഓഫ് സോൾഡ് സബ്സ്റ്റൻസ്? അപ്പോൾ MB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ MB അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന 0.85 ബാറാണ്, അല്ലെങ്കിൽ 850 ബാറാണ് P0A എന്ന് പറയുന്നത്, മൈനസ് PA എന്ന് പറയുന്നത് 0.845 ബാറാണ് വരുന്നത്, ഡിവൈഡഡ് ബൈ 0.850. ഇതാണ് ചെയ്യേണ്ടത്. ഈക്വൽ ടു WBക്ക് പകരം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 0.5. സോ 0.5 × 78 ഡിവൈഡഡ് ബൈ 39 × MB. ഓക്കെ, അപ്പോൾ ഇതിൽ MB ആണ് കാണേണ്ടത്. അപ്പോൾ MBനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ ആയിട്ട് 170 എന്ന് കിട്ടും, 170 ഗ്രാം എന്ന് കിട്ടും. ഐഡൻറ്റിഫൈ ദ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്
ആൻഡ് ഗിവ് ദർ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ 3 ലിഗാൻഡുകൾ ഒരുപോലെ, അടുത്ത 3 ലിഗാൻഡുകൾ ഒരുപോലെ. ഫേസ് ഐസോമറും മിറർ ഐസോമറുമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കൊബാൾട്ട് നടുക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇവിടെ സിസ് വരയ്ക്കുന്ന പോലെ വരയ്ക്കുക, അതായത് ക്ലോറിനുകൾ അടുപ്പിച്ച് വരയ്ക്കുക. അതുപോലെ തന്നെ NH3 അടുപ്പിച്ച് വരയ്ക്കുക. എന്നിട്ട് ഇതിന് പകരം ഫേസ് ഐസോമർ എന്ന് കൊടുത്തേക്കുക. അതേപോലെ തന്നെ നമ്മൾ വരച്ചതിന് ശേഷം ട്രാൻസ് വരയ്ക്കുന്ന പോലെ NH3 കൊടുക്കാൻ മുകളിൽ NH3യും ഓപ്പോസിറ്റ് ആക്കിയിട്ട് വരച്ചു. പിന്നെ ഒരു NH3 ഒരു സൈഡിലായിട്ട് കൊടുക്കേണ്ടി വന്നു. ബാക്കി 3 സ്ഥലത്ത് ക്ലോറിൻ കൊടുക്കുക. ഇതിനെ നമുക്ക് മിറർ ഐസോമർ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിന് സിസും ട്രാൻസും പോസിബിൾ അല്ല. അപ്പോൾ സിസിന് പകരം നമ്മൾ ഫേസ് ഐസോമറും ട്രാൻസിന് പകരം മിറർ ഐസോമറും ആയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കിട്ടും. Then diagrammatically represent the crystal field splitting of d orbitals in tetrahedral field. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. d orbitals നമുക്ക് 5 ഓർബിറ്റൽ വരയ്ക്കണം. ആ 5 ഓർബിറ്റൽ ഒന്നും കൂടി ഹൈ എനർജി ആക്കിയിട്ട് മുകളിലേക്ക് കയറ്റി വരച്ചേക്കുക. പിന്നീട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 മുകളിൽ, കാരണം ടെട്രാഹെഡ്രൽ ഫീൽഡ് ആണ്, 2 താഴെയും വേണം. അപ്പോൾ മുകളിലത്തെ പേര് T2 കൊടുക്കണം, താഴത്തെ പേര് E കൊടുക്കണം. അതുപോലെ നടുക്കൊരു ബാരി സെൻറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ടോട്ടൽ ഡിഫറൻസ് പറയുന്നത് ഡെൽറ്റ T ആണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ബാരി സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗത്തിന് 2/5 ഡെൽറ്റ T വരും പ്ലസ്, അതുപോലെ താഴത്തേക്ക് 3/5 ഡെൽറ്റ T വരും, അത് മൈനസും വരും. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൻസറായി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29 വരുന്നത് ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ അത് ഫോളോയിങ്. PCl 5 ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ വരിക CH3 CH2 Cl വരും. ഇതാണ് ആൻസർ വരിക. അതുപോലെ രണ്ടാമത്തെ സ്വാർട്സ് റിയാക്ഷൻ ആണ്. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ CH3F ആണ് വരിക. ദെൻ റൈറ്റ് എനി 2 റീസൺസ് ഫോർ ദ ലെസ് റിയാക്ടിവിറ്റി ഓഫ് ടുവാർഡ്സ് ദ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്നാണത്, ഒന്ന് റെസണൻസ് എഫക്റ്റ് ആണ്, രണ്ടാമത്തെ sp2 ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ കാർബൺ ഇൻ ബെൻസീൻ അല്ലെങ്കിൽ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോകാറ്റയോൺ അതുപോലെ തന്നെ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയോഫൈൽ ആൻഡ് pi electron cloud of aromatic ring. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇതിൽ 2 എഴുതിയാൽ മതി, എന്ന് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30 നെയിം ദ പ്രൊഡക്റ്റ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ്. അപ്പോൾ ഫീനോൾ സിങ്ക് ഡസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസീൻ ആയിരിക്കും. ഫീനോളത്തെ ഓക്സിജൻ ഒക്കെ സിങ്കിൻ്റെ കൂടെ ZNO ആയിട്ട് പോവും. ഫൈനലി ബെൻസീൻ ആയിരിക്കും പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ. റൈമർ-ടൈമാൻ റിയാക്ഷൻ. റൈമർ-ടൈമാൻ എന്ന് പറഞ്ഞാൽ ഫീനോൾ എടുക്കുന്നു, ആ ഫീനോളിനെ അക്വസ് NaOH അതുപോലെ തന്നെ ക്ലോറോഫോം CHCl3 എടുക്കുന്നു, അസിഡിക് മീഡിയത്തിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സാലിസിലാൽഡിഹൈഡ് കിട്ടുന്നു, CHO. ഈ പ്രോസസ്സാണ് എന്ത്, റൈമർ-ടൈമാൻ റിയാക്ഷൻ. സോ വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം അല്ലെങ്കിൽ ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ സാലിസിലാൽഡിഹൈഡ് ഈസ് ഒബ്റ്റൈൻഡ് എന്ന് എഴുതിയിട്ട് ഈക്വേഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കാവും. അപ്പോൾ ഇതേപോലെ തന്നെ വില്യംസൺ സിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈതറിൻ്റെ സിന്തസിസ് ആണെന്ന് അറിയാം. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, RX എടുക്കുന്നു, അതിനെ സോഡിയം ആൽക്കോക്സൈഡായിട്ട് NaOR ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ROR കിട്ടുന്നു. ഇതാണ് വില്യംസൺ സിന്തസിസിനുള്ളത്. സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് NaX കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് when reacted with the sodium alkoxide gives ethers എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. Now question number 31 an organic compound A on reaction with chromyl chloride CrO2Cl2 എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത് ഇറ്റാർസ് റിയാക്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇറ്റാർസ് റിയാക്ഷൻ ആണെങ്കിൽ ഏതായിരിക്കും ആ ഹാലൈഡ് വരുന്നത്, ആ കോമ്പൗണ്ട് വരുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട് വരുന്നത്? ഉറപ്പായിട്ടും ടൊളുവിനായിരിക്കും. സോ ടൊളുവിനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. Then aminaldehyde which does not have alpha hydrogen. ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുപോലെ കോൺസെൻട്രേറ്റഡ് NaOH, ഇത് രണ്ടും മാച്ച് ആവുന്ന ഒരേ ആൻസർ ഉള്ളൂ, അത് കാനിസാരോ റിയാക്ഷൻ ആണ്. അപ്പോൾ നെയിം ഓഫ് ദി റിയാക്ഷൻ എന്നുള്ളത് കാനിസാരോ ആണ്.
ആൽഡോളും കാനിസാറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു കാർബൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3OH ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ HCOO ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എടുക്കേണ്ടി വരുന്ന ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് ആയിരിക്കും. സോ ഫോർമാൽഡിഹൈഡ് എടുക്കുന്നു, 2 ഫോർമാൽഡിഹൈഡ് എടുക്കുന്നു, അതിനെ കോൺസെൻട്രേറ്റഡ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ഓക്സിഡേഷൻ റിഡക്ഷൻ, സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരുമിച്ച് നടക്കുന്നു. അപ്പോൾ മെത്തനോളും കിട്ടുന്നു, അതുപോലെ സോഡിയം ഫോർമേറ്റും കിട്ടുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഒരു ഡിഫിക്കൽട്ട് എക്സാം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് പല ഭാഗത്തു നിന്നായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.